ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റിനു ടേസ്റ്റി വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഒരു റവ കേസരിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടി റവ കേസരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പാന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിൽ നെയ്യ് ചൂടായതിന് ശേഷം നമ്മൾ കാഷ്യൂനട്ട് നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം അത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഇനി ആ നെയ്യിൽ തന്നെ നമ്മൾ 2 കപ്പ് റവ നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ റവയ്ക്ക് നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമ്മളൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം നന്നായി തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് ഏലക്ക ചേർത്ത് കൊടുക്കുക. യെല്ലോ ഫുഡ് കളറ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ വറുത്ത് വെച്ച റവ അതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ വെള്ളമൊക്കെ നന്നായി വറ്റി റവ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കതിലേക്ക് കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വറുത്ത് വെച്ച കാഷ്യൂനട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ റവ കേസരി ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം അങ്ങനെ വിട്ടു പോരാൻ പരുവാകുമ്പോഴാണ് ഇപ്പം നമ്മൾ റവ കേസരി റെഡി ആവുക. റവ കേസരി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും നമുക്ക് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.